ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ സൈക്കിൾ ഡൈനാമോ ഉണ്ടോ. അപ്പോൾ സൈക്കിൾ ഡൈനാമോ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ബാറ്ററി ഒന്നും ഇല്ലാതെ ലൈറ്റ് കത്തിക്കാൻ പറ്റിയ സംഭവം ഉണ്ടത്. അപ്പോൾ അത് ചെയ്ത് നോക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. അത് മാത്രമല്ല, ഇത് ചെയ്ത് നോക്കാനായിട്ട് ആകെ 30 രൂപയുടെ താഴെ ഉണ്ട് ചിലവ് വരുന്നത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്ന വീഡിയോക്ക് പോയില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോക്ക് പോയതിന് മുന്നായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്പുറത്തായിട്ട് കുഞ്ഞു ബെല്ലേക്ക് വരും. ആ ബെല്ലേക്കാണ് ഓളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടോ പോയാലോ. ഫ്രണ്ട്സ്, നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് വേണ്ടത് DC മോട്ടറാണ്. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള നമ്മുടെ DVD പ്ലെയറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന DC മോട്ടറാണ്. നമുക്കിത് നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് ഉയരം കൂടിയ രീതിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തുകൊണ്ട് DVD പ്ലെയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് കേട്ടോ ഈ ഉയരമുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു ഉയരം ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും പറ്റും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ഇത് രണ്ടും പറ്റും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ടോയ് കാറിൻ്റെ ചക്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് അയച്ചെടുത്താണ്, കണ്ടോ. ഇനി നമുക്ക് വേണ്ടത് ബൾബാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബൾബ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് നമുക്ക് 2 വയർ സോൾഡർ ചെയ്തെടുക്കണം. നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിൽ നിന്ന് സോൾഡർ വെച്ച വയറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ LED ബൾബിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ ഈ ഭാഗത്തോട്ടായിട്ട് നമ്മുടെ ടോയ് കാറിൻ്റെ ചക്രത്തിൻ്റെ ഈ സെൻറ്ററത്തെ ഭാഗം കണ്ടോ, അത് നമ്മൾ ഇതിലോട്ടായിട്ട് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇറക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഞങ്ങൾക്ക് ഇത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിക്കാണ്ടേ സൂപ്പർ ഗ്ലോ, ഫ്ലക്സ് കിക്കോ, ഫെവിക്വിക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഫെവിക്വിക്ക് വെച്ചുകൊണ്ടാണ്. ഞാനതിപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സൈക്കിളിലോട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അതിന് സൈക്കിളിലോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിനി നമ്മൾ സൈക്കിളിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ സൈക്കിളിലോട്ട് വെക്കുന്നതിന് മുന്നായിട്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയും ചെയ്ത് റെഡി ആവുന്നുണ്ടോ റെഡി ആവുന്നില്ല നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈക്കിളിൻ്റെ ടയറിൻ്റെ അവിടെ ആയിട്ടൊന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ആ സൈക്കിളിൻ്റെ ടയറിൻ്റെ അവിടെ ആയിട്ടൊന്ന് തട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് തട്ടിച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് ശേഷം കേട്ടോ നമ്മളിത് ഒട്ടിച്ച് വെക്കുന്ന അവിടെ നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് സൈക്കിളിൻ്റെ ടയറിൻ്റെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൈക്കിളിൻ്റെ ടയർ ഒന്ന് കറക്കി നോക്കാം. കണ്ടോ, നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് കേട്ടോ. കണ്ടോ, കാണാൻ കഴിയുന്നുണ്ടാവും. ഇനി നമുക്ക് നമ്മൾ സൈക്കിളിലോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈക്കിളിലോട്ട് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ഗാന്ധി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗാന്ധി അവിടെ ഈ മോട്ടറിൻ്റെ അടിയിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനതിപ്പോൾ നല്ല ഇതിനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ നമ്മുടെ സൈക്കിളിലോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈക്കിളിലോട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ സൈക്കിളിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഇവിടോട്ടായിട്ട് അവിടെ ഗാന്ധി ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ സൈക്കിളിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ടോ? ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കാണാൻ നമുക്ക് വീണ്ടും കാണാതിരേക്കും. ബൈ.